നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്ന ദിവസമാണ്. ചോദ്യങ്ങൾ വിഷ്ണു എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. സർ, ആദ്യത്തെ ചോദ്യം IT സ്റ്റോക്ക് വന്നിട്ട് നിയർലി ഡീക്കേഡ് ലോയ്ക്ക് ആക്ഷൻ ആയിരിക്കുന്നു. ഇൻഫോസിസ് നോക്കിയെങ്കിൽ 7.5% വരയ്ക്കും വിടുന്നിരിക്കുന്നു. ഇതിങ്ങനെ നോക്കുമ്പോൾ ഇത് ഇന്നും അണ്ടർ വാല്യൂഡ് ലെവലിൽ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്നും ഇതിനെ കാട്ടിലും അണ്ടർ വാല്യൂഡ് പോകാനുള്ള ചാൻസസ് ഉണ്ടാ? ഒരു ചോദ്യം. അടുത്തത്, IT കമ്പനി ഇത്രയും ദൂരം വിടുന്നു, CSO, ഇൻഫോസിസോ, വിപ്രയോ ഏതെടുത്താണ് എഴുതുകൊണ്ടേ തന്നെ ഇരിക്കുന്നു. ഇതിലിരിക്കുന്ന മേജർ കൺസേൺ എന്തെന്നാണ് സാർ മനസ്സിലാക്കുന്നത്? ആദ്യം ഞാൻ ഇതിന് ബോട്ടം എന്ന് വിചാരിക്കുന്നില്ല. എന്ത് സാർ, ഇത് തന്നെ ബോട്ടം ഇല്ലെന്നാ പറയുന്നത്? മാർക്കറ്റ് യഥാർത്ഥത്തിൽ പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു. ഇതിലെ മൈക്രോസോഫ്റ്റിലും മെട്രയിലും KPMGയിലും ഈ 10% ആൾക്കാരെ വീട്ടിലയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫോസിസിൽ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, നെറ്റ് ഹയറിംഗ് വിൽ കം ഡൗൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഫോസിസിൽ. ഇനി ഇവർ ആൾക്കാരെ കുറയ്ക്കാൻ പോകുന്നു. ഇന്നൊരു കാര്യം എന്ത് പറയുന്നു വെച്ചാൽ, ഇതാണ് എനിക്ക് മാർക്കറ്റ് ട്രിഗർ ചെയ്യുന്നു. തൊട്ട് കോൺട്രാക്ട് ഓഫ് ഡിഫ്ലേഷണറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തെന്നാൽ കോൺട്രാക്ട് ഒക്കെ തരും, ആൾക്കാർ കുറവ് AI ആണ് യൂസ് ചെയ്യുന്നു. ഇത് കാരണം നീ റേറ്റിനെയും കുറയെന്നാണ് പറയുന്നത് ഇതിൽ. സോ കോൺട്രാക്ട് സൈസ് കുറയും, ആൾക്കാർ കുറയും, മാർജിൻ സ്റ്റേബിൾ ആവും. മാർജിൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഇൻക്രീസ് ആവത്തില്ലേ സർ? അത് ഇൻക്രീസ് ആവൂല. അതുപോലെ തന്നെ ടേൺ ഓവറും ഉടനെ ഇൻക്രീസ് ആവൂല. എക്കണോമിക്സിന് എപ്പോഴും എന്തെങ്ങനെയെന്ന് വെച്ചാൽ, പുതിയ ടെക്നോളജി അകത്ത് വരുവാണെങ്കിൽ ആദ്യം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവണം, അതായത് ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ശേഷം കുറേ സമയം എടുത്ത് തന്നെ ലേബർ ആർഗ്യുമെൻറ്റേഷൻ ആകും. എക്സാമ്പിൾ വന്നിട്ട് ലൈബൽ മുമ്പേ വന്നപ്പോൾ ക്യാൻഡിൽ മേക്കർ ക്യാൻഡിൽ ഏത്തുന്നവർക്ക് ഗ്യാസ് ലൈറ്റ് ഏത്തുന്നവർ അവിടെയൊക്കെ ജോലി പോയായിരുന്നു. അതിൽ നിന്നൊരു 20 വർഷം കഴിഞ്ഞാൽ നൈറ്റ് ലൈറ്റ് ഡെവലപ്പ് ആയത്. ഇത് മുമ്പേ ലൈറ്റ് ലൈഫ് ഇല്ല. വലിയ പണക്കാരർ തന്നെ വീട്ടിനകത്ത് ക്യാൻഡിൽ ലൈറ്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഒരു നോർമൽ പീപ്പിളിന് ഒരു 5-6 മണിക്ക് ശേഷം അവരുടെ ഡേ അന്നോടെ തീരും. അതെ, ഡേയ്സ് പോവുക. കാരണം രാവിലെ 3 മണി 4 മണിക്ക് എണീച്ച് അവർ ഈവനിങ്ങോടെ അവരെ ഡേ കംപ്ലീറ്റ് ചെയ്യണത്. ലൈറ്റിൽ നിന്ന് വന്ന ഉടനെ ഇപ്പോൾ ഗെയിമൊക്കെ മാറി. ബൾബ് വന്നതിൻ്റെ ശേഷം ഈ കെറോസിൻ്റെ സെയിൽസ് കുറഞ്ഞു, ക്യാൻഡലിൻ്റെ സെയിൽസ് കുറഞ്ഞു. ഇതിൽ ഒരു 20 വർഷം കഴിഞ്ഞ് 1910 1915 തന്നെ ലൈഫ് എന്ന് പറഞ്ഞൊന്ന് ഡെവലപ്പ് ആകുന്നു. ശരി, അവരുടെ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെയാണ് ഈ ലേബർ ആർഗ്യുമെൻറ്റേഷൻ. ഇപ്പോൾ നീ ഇരിക്കുന്ന ഫേസ് വന്നിട്ട് ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ. നീ ഈ ഫേസിലിരിക്കുമ്പോൾ ലേബർ എങ്ങനെയാണ് ആർഗ്യുമെൻറ്റേഷൻ ആകുമെന്ന് ആരെ കൊണ്ട് പറയാൻ പറ്റില്ല. ടോപ്പ് 4 കമ്പനീസ് ഒരു സർവൈവ് എന്ന് പറയാൻ തന്നെ പറ്റും. ഇങ്ങനെ സർവൈവ് ആകും എന്നൊക്കെ പറയാൻ പറ്റില്ല. ബട്ട് ഇതിനെക്കാട്ടിലും കുറച്ച് കുറവാ വിളുവാണെങ്കിൽ FDക്ക് ഈക്വലായിട്ട് വിടണം. അപ്പോൾ FDക്ക് ഈക്വലായിട്ട് ഡിവിഡൻഡ് ഈൽഡ് ഇരിക്കും. ഓക്കെ, ഫൈൻ. അതവർക്ക് 5-6% കൊടുക്കും. ഇതിനുശേഷം നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം. ഓഫ് കോഴ്സ് കമ്പനി ഒന്നും കാണാതെ പോവില്ല. ആസ്പതി ചെയ്തിട്ടിരുന്നവരൊക്കെ ഇപ്പോൾ വലിയ സോഫ്റ്റ്വെയർ രാജാവായിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യും. ആസ്പതിയെക്കുറിച്ച് ആദ്യം ലിസ്റ്റഡ് എന്നുള്ള വലിയ സോഫ്റ്റ്വെയർ രാജായ ലിസ്റ്റ് എടുത്തു. വിപ്രോ പറയുന്നത് സർ, അതെ വിപ്രോ എന്തെങ്കിലും അവർ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുമെന്ന് അവർക്ക് അറിയത്തില്ല. എന്താണ് ആവശ്യം എന്നത് അതിന് ശേഷം തന്നെ അറിയാൻ പറ്റും. നീ ക്വാളിറ്റി ആയിട്ട് പ്രൊമോട്ടറിന്റെ മേളാണ് ബെറ്റിനെടുക്കേണ്ടത്. അപ്പൊ അത് കാരണമാണ് സർ ക്വാളിറ്റി ഓഫ് പ്രൊമോട്ടറിന്റെ മേളിൽ ബെറ്റെടുക്കുന്നത്. ഇതിൽ വന്നിട്ട് TCSനും വിപ്രോയും കറക്റ്റ് ആണ്. എന്ത് തന്നെ നിങ്ങൾ AI കൊണ്ടുവന്നാലും ആ AIനെ പ്രോംപ്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. ഇത് ഒരാളായിരിക്കും. And there will be lot of work which is using AI. അത് AI ഉപയോഗപ്പെടുത്താനും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അറൌണ്ട് 1.6 lakh crore, അതായത് 2026 ഇപ്പൊ വരയ്ക്കും എടുത്ത കഥയാണിത്. ആർച്ചിൽ മാത്രം 1.1 lakh crore വെളിയിലെടുത്തിരിക്കുന്നു. വന്നിട്ട് 7.5% വിളുന്നിരിക്കുന്നു. അങ്ങനെ നിഫ്റ്റി അറൌണ്ട് 5% to 6% വിളുന്നിരിക്കുന്നു. ഇന്നും ഇന്ത്യൻ മാർക്കറ്റ്സ് ഓവർ വാല്യൂഡ് ആണോ? അതെ, അതിലെന്താണ് സംശയം? ഓവർ വാല്യൂഡ് സർ. P/E വാല്യൂ നോക്കി 20 എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നു എന്നാൽ കൺസോളിഡേറ്റഡ് ഏർണിങ്സിനെ വെച്ചാണ് പറയുന്നു. 2018 19 മാറിയത്. ഈ 2020 തന്നെ മാറി വന്നും കൂടെ അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ മുമ്പേ അടിക്കുന്ന ഏർണിങ്സ് വന്ന് സ്റ്റാൻഡലോൺ ഏർണിങ്സ് വെച്ച് കണ്ടുപിടിച്ചതാണ്. അൺസ്റ്റാൻഡേറ്റഡ് ഏർണിങ്സിനൊപ്പം ഉണ്ട്. ലോൺ എന്ന് പറയുന്നത് തനിത്തനി സബ്സിഡറിക്കുള്ള തനിത്തനി ഏർണിങ്സാ. മോട്ടോർ പാസഞ്ചർ എന്ന് പറയുമ്പോൾ ടാറ്റ മോട്ടോർ പാസഞ്ചർ മാത്രം സ്റ്റാൻഡലോൺ. അത് സ്റ്റാൻഡലോൺ. പക്ഷേ ഈ ജയറാമ ചേർക്കുവാണെങ്കിൽ ഏർണിങ്സേ ആയിരിക്കില്ല, കൺസോളിഡേറ്റഡിൽ വരും. ഇവിടുന്ന് ഒരു 20-25% മൂവ് ആവേണ്ട ചാൻസസ് ഇരിക്കുന്നു. ഇപ്പൊ മാർക്കറ്റ് ഇത്രയും എഴുന്നിരിക്കുന്നത് ഓവർ വാല്യൂഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് അത് കൺസോളിഡേറ്റ് ആണ് നോക്കുന്നു. ഇത് നമ്മൾ തന്നെ തെന്നിയിട്ട് നോക്കുന്നില്ല അല്ലേ? ഇതിൽ ബെറ്റ് കിട്ടുന്നതൊക്കെ തെന്നിയായിട്ടാണ് കിട്ടുന്നത്. ഇന്നൊരു കാര്യം നിങ്ങൾ ഇവിടെ എന്ത് നോക്കണം എന്ന് വെച്ചാൽ, ഇവിടെ ഹൈ വാല്യൂഡ് ഒരുപാടുണ്ട്.
അതായത് 50 ടൈംസ് ഏർണിങ്സ് നടത്തിയിരിക്കുന്നു ഒക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല. എട്ടേണൽ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? രാജസ്ഥാൻ യൂണിലിവർ 50 ടൈം ഏർണിംഗ് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യും? 1 വർഷത്തിൽ നെറ്റ് അനൽ വന്നിട്ട് 370 ക്രോസ് ആയി പോകുന്നു. മാർക്കറ്റ് മാനേജ് ചെയ്യുന്നില്ല ഇപ്പോൾ. നിങ്ങൾ മാനേജ് ചെയ്യണം, അതിനനുസരിച്ച് ഇതിരിക്കും. പക്ഷെ സ്വിഗ്ഗി കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. സ്വിഗ്ഗി കെയിം ടു ലേറ്റ്. ഇപ്പം എല്ലാം കറക്റ്റാണ്. എന്താണ് ഇത് ഇപ്പം എന്താ ഓടിപ്പോയത്? 200 hour ലേറ്റർ മാർക്കറ്റ് വിൽ ക്യാച്ചസ് എങ്ങനെ തന്നെ പറയുന്നു. എന്ന് സർ ലൈസൻസിനെ ക്യാൻസൽ ചെയ്യുന്ന കുറച്ച് ഫസ്റ്റ് ഈ ആഡ് വരുമ്പോൾ ഒരാൾ വന്ന് ഈ ആഡൊക്കെ കൊടുത്തായിരുന്നു. അവർ എന്ത് ഡാമേജ് കൊടുത്തു? ഓക്കെ സർ, ഈ പേടിഎം ലൈസൻസ് ക്യാൻസൽ ചെയ്തത് എന്ന് വെച്ചാൽ നിങ്ങൾ തെളിവായിട്ട് മണ്ടേ പറയുവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ലൈസൻസ് ക്യാൻസൽ എന്നും പറയുന്നത് RBI ലൈസൻസ് ടു ക്യാൻസൽ എന്ന്. 2000 രൂപ ഇട്ട ഷെയർ എന്തായി? ഓക്കെ ഫൈൻ സർ. അടുത്തത് P50 വന്നിട്ട് ലാസ്റ്റ് 3 ഇയേഴ്സിൽ എത്തിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുമ്പോൾ 34%, 5 ഇയേഴ്സിൽ അറൌണ്ട് 66% റിട്ടേൺ കൊടുത്തിരിക്കുന്നു. അപ്പൊ എത്രയും തന്നെ വിറ്റാലും ജസ്റ്റ് സ്റ്റോപ്പ് പോലത്തെ ഏഷ്യൻ പ്ലെയിൻസ്, റിലയൻസ് ഇൻഡസ്ട്രി, HDFC ബാങ്ക് എല്ലാത്തിലും നല്ല കറപ്ഷൻ ഇരുന്നു. ഇൻഡെക്സിന്റെ പെർഫോമൻസ് ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്താണ് ഡ്രൈൻ ഫോഴ്സും സാർ വിചാരിക്കുന്നു? കാരണം എന്തെന്ന് വെച്ചാൽ ഈ കോവിഡിൽ ഇപ്പോൾ വரைக்கும் ഒരു വലിയ ഡ്രോപ്പ്, പിന്നെ അത് കയറിയായിരുന്നു. കോവിഡിൽ വന്നിട്ട് ഒരു ഫാൾ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് കയറിയിരിക്കുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ HDFC ബാങ്ക് ഈവൻ നൗ ഇറ്റ്സ് കോസ്റ്റ്ലി. ഇപ്പം നോക്കിയാൽ കൂടെ ഒരു 10% കോസ്റ്റബിൾ ആയിരിക്കും. അത് എത്രയും കയറിയിരുന്ന 10% പോസിറ്റബിൾ ആയിരിക്കും എന്ന് നോക്കിക്കോ. ICICI ബാങ്ക് നോക്കുവാണെങ്കിൽ 130% പ്രോഫിറ്റിലിരിക്കും. പിന്നെ റിലയൻസും പോസിറ്റീവായിരിക്കും. റിലയൻസ് വന്നിട്ട് ഒരു വലിയ ജഗർനാഥാണ്. അപ്പം എതിൽ കാശ് ചെയ്യുന്നു, എതിൽ കാശ് വിടുന്നു എന്ന് കൂടെ നിനക്ക് അറിയില്ല. എന്ന് വെച്ചാൽ ആ ബുക്കൊക്കെ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. സാൻ ടുഗദർ പഠിക്കണം. അത് നിങ്ങൾക്ക് ഒരു കമ്പനി ഇഷ്ടപ്പെടുന്നില്ല എന്ന കാരണത്താൽ ഞങ്ങൾ കൺസിഡർ ചെയ്യണ്ടാമെന്ന് നിങ്ങൾ പറയുന്നു സാർ. എൻ്റെ അടുത്ത് റിലയൻസ് വന്നിട്ട് IPOയിൽ തന്നെ ഇരിക്കുന്നു. അതെ, IPOയിൽ നിന്ന് ഇരിക്കുന്നു. അതെ, IPOയിൽ തന്നെ ഇരിക്കുന്നു. എൻ്റെ അച്ഛൻ വാങ്ങിയത് അനിയൻ്റെ പേരിൽ ഇന്നും വച്ചിരിക്കുന്നു. A സീരീസ്, B സീരീസ്, C സീരീസ്, EFG, പിന്നെ റിലയൻസ് പെട്രോൾ കം അങ്ങനെ മെർജ് ചെയ്ത് അങ്ങനെ ലോകത്തിലേക്കുന്ന എല്ലാ 33 ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ തന്നെ ഇരിക്കുന്നു. സ്റ്റോക്ക് വന്നപ്പോൾ മസാജ് ചെയ്യാൻ വന്നവർക്ക് ഷെയർ കൊടുത്ത കഥയും ഉണ്ട്. പിന്നെ അവർ മാനേജ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഡീല്. റൈറ്റാ, ആ കഥയിൽ ഇതിനെ ഇരിക്കുന്നു. എൻ്റെ അടുത്ത് ആ ദിവാലായ ഷെയർസും ഇരിക്കുന്നു. റൈറ്റാ, ഫസ്റ്റ് ദിവാലായ ഷെയർ എന്ന് പറയുമ്പോൾ ആ പിരിച്ചു കൊടുത്തല്ലേ, അതൊക്കെ ഞങ്ങൾക്ക് വരുമല്ലോ. ഞങ്ങൾ ഷെയർ ഹോൾഡർ ആകുവാണെങ്കിൽ ഞങ്ങൾക്ക് വരുമല്ലോ. അവർ പിരിക്കുമ്പോൾ നമുക്ക് പിരിച്ചു തരണമല്ലോ. നമ്മൾ ഷെയർ ഹോൾഡർ അല്ലേ. ടൈംസ് ഓഫ് ട്രബിളിൽ തന്നെ ഞങ്ങൾ പേടിച്ച് വിറ്റുകൊണ്ട് വെളിയിൽ വന്നല്ലേ സാർ. ഇൻവെസ്റ്റേഴ്സ് തന്നെ കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നു, പക്ഷെ അവർ തന്നെ കൂടുതൽ വിൽക്കുന്നു എന്നും പറയുന്നു. കുറിച്ച് നാളെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതെ, നിങ്ങൾ പറഞ്ഞ ഷെയർസിനെ കുറിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ട് വന്നിരിക്കുന്നു. നാളെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയണം സാർ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 to 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.